സ്കൂളിലേക്ക് പോകാനും വരാനും നേരെ നല്ല വഴിയുണ്ട്. പക്ഷെ ആ വഴിക്ക് ഞാൻ പോകാറില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം, അങ്ങനെ നേരെ സ്കൂളിലേക്ക് പോവുക, സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരിക, അതിലെന്താ ത്രില്ല്? ഞാനാണെങ്കിൽ അങ്ങനെ സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ വളരെ വേണ്ടപ്പെട്ട കൂട്ടുകാരാണ് കൂനിൻ്റെ ഇറച്ചിക്കുട്ടി, അതുപോലെ ചാത്തുക്കുട്ടി, അതുപോലെ VM രവി, ബാലേന്ദ്രൻ, ഞങ്ങളെല്ലാവരും കൂടെ, സുഭാഷിണി, വിജയൻ, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചൊരു പടയായിട്ടാണ് പോവുക. അങ്ങനെ പോകുമ്പോഴും പല പുരയിടങ്ങളിൽ കൂടി കയറിയിട്ടാണ് ഞങ്ങളുടെ സ്കൂളിലേക്കുള്ള പോക്ക്. പല ചാമ്പമരത്തിലും കയറി, അതുപോലെ തന്നെ മാങ്ങ കണ്ടു കഴിഞ്ഞാൽ അത് കല്ലെടുത്തെറിഞ്ഞു, പുളിമരത്തിൽ കയറി, ഇങ്ങനെയൊക്കെ പോകുന്നതിലാണ് നമുക്കൊരു ത്രില്ല്. എന്ന് വെച്ചാൽ ഒരു ആനയൊക്കെ കാട്ടിലിങ്ങനെ ആ ചില്ലയൊടിച്ച് ഈ ചില്ലയൊടിച്ച് അങ്ങനെ പോകുന്ന രീതിയിലാണ് ഞങ്ങളൊക്കെ അന്ന് സ്കൂളിൽ പോവുക. ആ കൂട്ടത്തിൽ, അവരുടെയൊക്കെ കൂട്ടത്തിലെ നേതാവാണ് ഞാൻ. അങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ചാക്യാറുടെ ഒരു വലിയൊരു പറമ്പുണ്ട്. ആ പറമ്പിൻ്റെ അകത്ത് ഒരു വലിയ കുളം, ആ കുളത്തിൻ്റെ തൊട്ടടുത്ത് ഇലവറങ്ങച്ചെടി, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് നെല്ലിപ്പുളി എന്ന് വേണ്ട ബംബ്ലൂസ് നാരങ്ങ, അങ്ങനെ ഒരുപാട് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഫലങ്ങൾ കിട്ടുന്ന ഒരുപാട് മരങ്ങളും ചെടികളും അവിടെയുണ്ട്. ഞാനിങ്ങനെ നോക്കി ആ വലിയ കുളത്തിൽ ചിലപ്പോൾ ആ വെള്ളം ഒന്ന് ഇളകിയൊക്കെ നിൽക്കുന്ന കാണാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ആരെങ്കിലും കുളിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ കുളിക്കുന്ന ആളെ നമ്മൾ കാണാറില്ല. ചാക്യാർ കുളിക്കുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ട്, ചാക്യാർ അവിടെ ഒന്ന് കുളിക്കുന്നുണ്ടാവും. ഞാൻ നോക്കിയപ്പോൾ വെള്ളമൊക്കെ നിശ്ചലമാണ്. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഞങ്ങൾ പലപ്പോഴും ആ വഴിക്ക് വരുമ്പോൾ ഈ ഇലവറങ്ങവും അതുപോലെ തന്നെ ഈ നെല്ലിപ്പുളിയും ചാമ്പയ്ക്കും പേരയ്ക്കും ഒക്കെ ഞങ്ങൾ പൊട്ടിക്കാറുണ്ട്. അന്ന് ഞാനും എൻ്റെ ഈ കൂട്ടുകാരും കൂടി ഇങ്ങനെ വരുന്ന വഴിക്ക് ചാക്യാരില്ല, വെള്ളം അനങ്ങുന്നില്ല, കുളിക്കാൻ ആരുമില്ല എന്നെനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കണ്ണോടിച്ച് നോക്കി. അപ്പോൾ ഒരു ചെറിയ തൈത്തെങ്ങ്, ആ തൈത്തെങ്ങിലാണെങ്കിൽ നല്ല ഇളനീര് കണ്ടാൽ നമുക്ക് കൊതിയാവും. ഇതിനി പൊട്ടിച്ച് എങ്ങനെ കുടിക്കുക അതൊന്നും ഞാൻ അപ്പോൾ ഓർത്തില്ല. ഞാൻ ആ തൈത്തെങ്ങിലേക്ക് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കി. എൻ്റെ നോട്ടം കണ്ടപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാലചന്ദ്രനും അതുപോലെ തന്നെ രവിയും വിജയനും സുഭാഷിണിയും ഇവരെല്ലാവരും വേഗം നടന്നു. ഞാൻ നോക്കി ചുറ്റും ആരില്ല എന്ന് കണ്ടപ്പോൾ കൈ എത്തിച്ചാൽ കിട്ടുന്ന അത്രയേ ഉള്ളൂ, എന്നാലും ഒന്ന് കയറണം. ഞാൻ പതുക്കെ ആ തൈത്തെങ്ങിലൊന്ന് കയറി, പുസ്തകമൊക്കെ താഴെ വെച്ച് അതിനകത്ത് കയറി ഞാൻ അവിടെ നിന്ന് 2 കരിക്കും എടുത്ത് ഞാൻ താഴത്തേക്ക് പതുക്കെ ഇങ്ങനെ ഇറങ്ങി വന്ന് ഈ എൻ്റെ പുസ്തകമൊക്കെ എടുത്ത് ഈ കരിക്കുമായിട്ട് ഞാൻ സ്കൂളിലേക്ക് നടക്കാം. ആ സമയത്ത് എൻ്റെ തൊട്ട് മുൻപിൽ ചാക്യാർ പ്രത്യക്ഷപ്പെട്ടു. ചാക്യാരെ കണ്ട വഴിക്ക് തന്നെ എനിക്ക് ആകെ വലിയ വിഷമമായി. ഞാൻ വിചാരിച്ചു ഇദ്ദേഹം എവിടെ പോയി? സത്യത്തിൽ അദ്ദേഹം കുളി കഴിഞ്ഞ് തല തോർത്തായിരുന്നു, അതുകൊണ്ടാണ് ഈ വെള്ളം നിശ്ചലമായിട്ട് കിടന്നത്. അങ്ങനെ അദ്ദേഹം എൻ്റെ അടുക്ക ചോദിച്ചു, അല്ല പള്ളിക്കൂടത്തിലേക്കായിരിക്കും അല്ലേ? ഞാൻ ഒന്നും മിണ്ടിയില്ല. കാരണം പുസ്തകമായിട്ട് നിൽക്കുന്ന എന്നോട് പള്ളിക്കൂടത്തിലേക്കായിരിക്കും എന്ന് ചോദിക്കേണ്ട കാര്യം തന്നെ ചാക്യാർക്കില്ല. ഞാൻ ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ് ചാക്യാർ ഇത്രയേ പറഞ്ഞുള്ളൂ, പള്ളിക്കൂടത്തിലേക്കാണെങ്കിൽ ഇങ്ങനെ കയറി ഇങ്ങനെ ഇറങ്ങിയും പോവാം, അതല്ല ഇങ്ങനെ നേരെ നടന്നും പോവാം. എനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം അത്രയും പറഞ്ഞ് ചാക്യാർ നടന്നു. ഞാൻ ആ ഇളനീരൊക്കെ താഴെയിട്ട് പുസ്തകമായിട്ട് എൻ്റെ കൂട്ടുകാരെ അടുക്ക ചെന്നു. ഞാൻ പറഞ്ഞു, ആ ചാക്യാർ പറയണു പള്ളിക്കൂടത്തിലേക്കാണെങ്കിൽ ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ ഇറങ്ങിയും പോവാന്ന്. അതിൻ്റെ അർത്ഥം എന്താടാ? നിന്നേ, ചാക്യാരുടെ വീട്ടിൽ ആളനക്കം ഇല്ലല്ലോ, നമുക്കൊന്ന് കയറി നോക്കിയാലോ? പിന്നെ ആരുമില്ലാത്ത വീട്ടിൽ കയറി നോക്കല്ലേ നമ്മുടെ പണി. സ്കൂളിൽ എത്താൻ നേരായി. ഇതിലേ കയറിയ നടത്തം കുറയ്ക്കാം. ഇനിയും ചാക്യാർ ഊരു ചുറ്റി എത്തിയിട്ടില്ലെന്നാ തോന്നണേ. ഒക്കെ നമ്മുടെ നാട്ടുകാരല്ലേ. ഞാനൊരു നസ്രാണിയാണെന്ന് കരുതി ചാക്യാരെ മറന്നു പോകാൻ പറ്റുമോ? വാ. ചാക്യാർ എന്തായാലും ഇവിടെ ഇല്ല. ഇനി കുളത്തിലൂടെ നോക്കാം. അങ്ങനെയും സംഭവിക്കാം. നമുക്ക് കുളത്തിൽ പോയി നോക്കിയാലോ? വാ, പോയി നോക്കാം. കുളത്തിലൊരു ഓളം പോലും ഇല്ല. അപ്പൊ ചാക്യാർ ഇവിടെ ഇല്ലാന്നർത്ഥം. എന്തായാലും നമുക്ക് പോവാം, നേരം വൈകണ്ട. അത്രയ്ക്ക് സമയം വൈകിട്ടില്ല. ചാക്യാരില്ലാത്ത സ്ഥിതിക്ക് 2 ഇളനീരിട്ട് കുടിക്കാം. അതിനൊന്നും ഞങ്ങളെ കിട്ടില്ല. പാർക്കുട്ടമ്മയുടെ വീട്ടിലെ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഭാഗ്യം കൊണ്ട് അന്ന് രക്ഷപ്പെട്ടത്.
വന്നവരിലൊരുത്തും പാർക്കുട്ടിയമ്മയ്ക്ക് ഭ്രാന്താന്ന് പറഞ്ഞോണ്ടാ നമ്മള് തടി തപ്പിയത്. ഇത് പാറുക്കുട്ടിയമ്മയുടെ വീടല്ല, ഇവിടെ ചാക്യാരും ഇല്ല. പിന്നെന്താ പ്രശ്നം? ചാക്യാർക്ക് ഭ്രാന്തും ഇല്ല, ശുദ്ധനായ മനുഷ്യനാണ്. പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ ഞാനില്ല. നിങ്ങൾ വരുന്നുണ്ടോ? ഞങ്ങള് പോവാ. ഇന്നെ ചെന്താച്ചാ ചെയ്യും. നിങ്ങളൊക്കെ പൊയ്ക്കോ. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയിട്ടേ പോകൂ. ദാ ദാ അയാള് ഓടിക്കോ. കുട്ടി എവിടുത്തെയാ? സംഗമേശ്വരം സ്കൂളിലെത്തിയാ. ഏത് സ്കൂളിലെത്തിയാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. സ്വന്തമായിട്ടൊരു അച്ഛനും അമ്മയ്ക്ക് ഉണ്ടാവില്ലേ? ഏത് വീട്ടിലെത്തിയാ കുട്ടി? തെക്കേത്തല വറീദിന്റെ മോന. വറീദിനെ എനിക്കറിയാം, പക്ഷേ വറീദിന് ഇത്തരത്തിലൊരെണ്ണം കൂടി ഉണ്ട് എന്ന് ഞാൻ നിരീക്ഷിച്ചില്ല. ആ അത് പോട്ടെ. എന്നാ ഞാൻ സ്കൂളിലെത്താൻ സമയായി. നിൽക്കുക, ആ കരിക്കും കൂടി എടുത്തോളുക. വേണ്ട, അത് പറ്റില്ല. ഇതും കൊണ്ട് പോയാൽ മതി. അല്ല, ഇതും കൊണ്ട് എങ്ങനെയാ സ്കൂളിലേക്ക് പോവുക? ഇതൊക്കെ അറിയാൻച്ചാ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? അതെടുത്തോളുക. വേണ്ട, ഞാൻ പോവുക. അങ്ങനെ പോയാലോ? ഇതും കൊണ്ടുപോകണം. മോഹിച്ച് കയറി പറിച്ചതല്ലേ. ഇത് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയാ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. എന്നാലും എനിക്ക് വേണ്ട. അത് പറ്റില്ല. ഇത്ര കഷ്ടപ്പെട്ട് തെങ്ങി കയറിയിട്ടതല്ലേ, ഇത് കൊണ്ടുപോയേ പറ്റൂ. നിൽക്കുക. സ്കൂളിലേക്ക് പോവാൻ ദാ ഇങ്ങനെയൊരു വഴിയുണ്ട്. ഇങ്ങനെയൊരു വഴിയുണ്ട്. ഇതിലെ വന്ന് മുകളിൽ കയറി താഴെ ഇറങ്ങി ഇങ്ങനെ. മനസ്സിലായോ? സാരില്ല, നടന്നോളുക. പൊക്കോളുക. മറക്കടൻ. ഈ അനുഭവം എന്നൊരു പാഠം പഠിപ്പിച്ചു. എൻ്റെ ഈ ജീവിതയാത്രയിൽ പലപ്പോഴും ഞാൻ വഴി തെറ്റുമ്പോൾ ഞാൻ ചാക്യാരെ പറ്റി ഓർക്കും. ചാക്യാർ അന്ന് പറഞ്ഞത് ഇങ്ങനെയും പോവാം, വളഞ്ഞ വഴിയിൽ കൂടെയും പോവാന്നുള്ളത്. ഇന്നും ഞാൻ ചാക്യാർ പറയുന്ന ആ നേർവഴിയിലേക്ക് തന്നെ പോവാൻ ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ ശരിയാവും, ചിലപ്പോൾ അല്പം വളഞ്ഞൊന്നും വരാം.